Mr. Devendranath Shankaranarayanan, a multifaceted artist, actor, theatre practitioner, performance researcher, art educationalist, and an acting coach. An Erasmus Mendez scholar, he has studied international performance research at esteemed institutions, including the University of Warwick, UK, University of Amsterdam, Netherlands, and universities in Helsinki and Tampere, Finland. A postgraduate from the Sarojini Naidu School of Performing Arts, Central University of Hyderabad, and a graduate of School of Drama. Mr. Devendranath currently serves as a course director for the basic acting program under the SCIFT initiative by FTII Pune. He also contributes as a consultant to educational reform programs such as Hello English and the Teacher Transformative Program and leads a tribal educational project under the Kudumbashree Mission. His commitment to transformative education and theatre makes him a truly inspiring figure in contemporary performance studies. നമസ്കാരം. പ്രിയപ്പെട്ട രാമാനുജം സാറിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കിട്ടിയ ഈ അവസരം ഒരു പ്രത്യേക ദിവസം ഓർമ്മിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാ ദിവസവും ഓർമ്മയിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വമാണ് രാമാനുജം സാറെങ്കിലും ഈ ദിവസത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രാമാനുജം സാർ എന്താണ് ഇന്ത്യൻ നാടകവേദിക്ക് ചെയ്തത്, സൗത്ത് ഇന്ത്യൻ നാടകവേദിക്ക് ചെയ്തത് എന്നുള്ളത് ഒരുപാട് കാലമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. രാമാനുജം അല്ലെങ്കിൽ നാടക രാമാനുജം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന രാമാനുജം സാർ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്ന, ഇപ്പോഴും ആ ശിഷ്യന്മാർ തുടരുന്ന, ആ ശിഷ്യന്മാർക്ക് മറ്റ് ശിഷ്യന്മാരുണ്ടാകുന്ന കാലത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വലിയ കണ്ടിന്യൂറ്റി, ഒരു ചെയിൻ, അതാണ് രാമാനുജം സാർ. എൻ്റെ അനുഭവത്തിൽ രാമാനുജം സാറിൻ്റെ ചിത്രം എന്താണ് എന്നതാണ് എനിക്കിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. രാമാനുജം സാർ എന്ന വെള്ളയും ധരിച്ച, നീണ്ട നരച്ച തലമുടിയുള്ള, ഏറ്റവും സുന്ദരമായി ലളിതമായി നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു വലിയ ഗുരുനാഥൻ. ഒരു മിനിറ്റ് അദ്ദേഹത്തോടൊപ്പം കിട്ടിയാൽ ആ ഒരു മിനിറ്റിൽ കിട്ടുന്നത് തന്നെ എത്രയോ കാലങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഊർജ്ജമാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്ന അവസരമുള്ള അത്തരം അവസരങ്ങൾ നമുക്ക് സമ്മാനിച്ച രാമാനുജം സാർ. തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഒരുപാട് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേട്ടറിഞ്ഞ ഒരു വ്യക്തി മാത്രമായിരുന്നു ഞാനും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ വരുന്നത് വരെ. അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഒരു നാടക വൈകുന്നേരം ഒരു നാടക സായാഹ്നത്തിലാണ് രാമാനുജം സാറിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അന്ന് തൊട്ട് ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിൻ്റെ വലിയ അനുഭവ സമ്പത്തിൻ്റെ കുറച്ച് അടുത്ത് നിന്ന് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. സ്കൂൾ ഓഫ് ഡ്രാമയിൽ 98 അവസാനം 99 ജോയിൻ ചെയ്ത ഞാൻ രാമാനുജൻ സാറിനെ കാണുന്നത് 99 അവസാനം ഒരു നാടക സായാഹ്നത്തിലാണെന്ന് പറഞ്ഞല്ലോ. രാമാനുജൻ സാർ ആ കാലത്ത് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മകളിലെല്ലാം, എൻ്റെ അനുഭവങ്ങളിലെല്ലാം രാമാനുജൻ സാർ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ആ പ്രൊജക്റ്റ് മറ്റൊന്നുമായിരുന്നില്ല, ഒരു ടെമ്പിൾ റിച്വൽ ഫോമിൻ്റെ റിവൈവൽ പ്രോസസ്സായിരുന്നു. തിരുക്കുറുങ്കുടി എന്ന് പറയുന്ന തിരുനെൽവേലിക്കടുത്ത ഒരു സ്ഥലത്തെ ഒരു അമ്പലത്തിലെ ഒരു ടെമ്പിൾ റിച്വലിസ്റ്റിക് ഫോം, 500 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന, എന്നാൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിൾ റിച്വലിസ്റ്റിക് ഫോം റിവൈവ് ചെയ്യുന്നു എന്നതാണ് സാറ് 1999 നമ്മളെ കാണുമ്പോൾ ആദ്യമായി സംസാരിച്ച കൂട്ടത്തിൽ ഒരു കാര്യം. എൻ്റെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നുപോയി. എന്തിനാണ് ഈ ടെമ്പിൾ റിച്വലിസ്റ്റിക് ഫോമിനെ റിവൈവ് ചെയ്യുന്നത്? നമ്മൾ ട്രഡീഷണൽ ഫോംസിൻ്റെ അറിയുമായിരുന്നില്ല ട്രഡീഷണൽ ഫോംസ് എങ്ങനെയാണ് പുതിയ തിയേറ്ററിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ട്രഡീഷണൽ ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് ഷെക്നറിനെ പോലെയുള്ള ആളുകൾ, ഗ്രോട്ടോസ്കിയെ പോലുള്ള ആളുകൾ ഒക്കെ പിന്നീട് നമ്മുടെ സംസാരത്തിൽ, പിന്നീട് നമ്മുടെ പഠനത്തിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല.
അപ്പോൾ എൻ്റെ രാഷ്ട്രീയപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തിനാണ് ഒരു വൈഷ്ണവൈറ്റ് ഫോമിനെ റിവൈവ് ചെയ്യേണ്ട ആവശ്യം? അങ്ങനെയാണെങ്കിൽ അതൊരു വൈഷ്ണവൈറ്റ് ഫോമിൻ്റെ റിവൈവൽ പ്രോസസ്സ് രാഷ്ട്രീയമല്ലേ ആയിരുന്നു. എന്തായാലും ചർച്ച ഇല്ലെങ്കിൽ സാറുമായിട്ടുള്ള സംഭാഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ തന്ന ചില കഥകൾ എന്നെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ കൂടുതൽ കുതുകിയാക്കി. സാറ് കണ്ട 1993 കണ്ട ഒരു ഫോമിനെ കുറിച്ചാണ് സാർ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ സാർ എത്രമാത്രം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സാർ എടുത്തു പറഞ്ഞ പേരുകൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അത് അരംഗം ട്രസ്റ്റാണ്. 1993 ഒരു ഇൻസിഡൻറ്റിന് ശേഷം അരംഗം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഹേരമനാഥൻ, അനിതാരത്നം, തിരുനാരായണ അയ്യങ്കാർ, അങ്ങനെ ഒരുപാട് പേരുകൾ കൂടി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. സാറിൻ്റെ സന്തത സഹചാരിയായിരുന്ന വിജയകുമാർ, ഇവരിലേക്കൊക്കെ എൻ്റെ യാത്ര എത്തുന്നത് 98 സാറിനെ കണ്ടതിന് ശേഷം ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോകുന്ന കാലത്ത് സെക്കൻഡ് ഇയറിൽ എനിക്കൊരു തീസിസ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. തീസിസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വിഷയങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് കാലമായി സാറിൻ്റെ കൈശികി എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ സന്തത സഹചാരിയായിരുന്നു. സാറിൻ്റെ കൂടെ അതിൻ്റെ റിസർച്ചിലൊക്കെ കുറച്ച് കാലം ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രൊഫസർ ശ്രീ DSN മൂർത്തി അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വൈ ക്യാൻ യു ടേക്ക് അപ്പ് ദിസ് പ്രോജക്റ്റ് ആസ് യുവർ സബ്മിഷൻ, ആസ് യുവർ തീസിസ്. രാമായൺ സാറിനോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ തുടർന്നുള്ള യാത്രകൾ ആ തീസിസിന് വേണ്ടിയുള്ളതായി മാറി എന്നുള്ളതാണ്. കൈശിക നാടകം ഒരു കഥയാണ്. കൈശിക നാടകം ഒരു അവതരണമാണ്. കൈശിക നാടകം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു അവതരണം എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്. കൈശിക നാടകം പക്ഷെ പറഞ്ഞത് ഒരു താഴ്ന്ന ജാതിയിലെ, നമ്മൾ ചാതുർവർണ്ണ്യം പറയുമല്ലോ, അതിനപ്പുറത്തേക്ക് ഒരു പഞ്ചമ ജാതി എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ടെങ്കിൽ ആ ജാതിയിലെ ഒരു വ്യക്തി ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് മോക്ഷം കൊടുത്തത് എങ്ങനെയാണ് എന്ന കഥയിലാണ് കൈശിക നാടകത്തിൻ്റെ ഇതിവൃത്തം ഉള്ളത്. ഈ ഇതിവൃത്തം ഒരു നാടകമെന്നോ ഇല്ലെങ്കിൽ ഒരു പുരാണമെന്നോ ഒക്കെ പറയാവുന്നത് പോലെ നമുക്ക് 14-ാം നൂറ്റാണ്ടിലെ കൃഷ്ണദേവരായരുടെ ആമുക്തമാല്യതയിൽ വായിച്ചറിയാവുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ അതിൻ്റെ ചരിത്രം പിന്നിലേക്ക് ആമുക്തമാല്യതയിൽ പറയുമ്പോൾ തിരുക്കുറുങ്കുടി അമ്പലത്തിൽ കൈശിക നാടകം അരങ്ങേറിയതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിന് പിന്നിൽ 9-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കഥ അവിടെയുമുണ്ട്. വരാഹപുരാണത്തിൽ തുടങ്ങി അങ്ങനെ കൈശിക നാടകത്തിൻ്റെ കഥ അല്ലെങ്കിൽ ടെക്സ്റ്റ് അവിടെ തൊട്ടേ തുടങ്ങിയിരുന്നതാണ് എന്ന് പറയുന്ന ഒരു ചരിത്രത്തിൽ നിന്നാണ് ഒരുപക്ഷെ നമ്മൾ കൈശിക നാടകത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു പോകുന്നത്. ഈ കൈശിക നാടകം ഞാനിവിടെ വീണ്ടും പറയുമ്പോൾ എന്തുകൊണ്ട് രാമാനുജം സാറിൻ്റെ ഓർമ്മയിൽ കൈശിക നാടകത്തിനെ എനിക്കിവിടെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്താണ് മോഡേൺ തിയേറ്ററിൽ സാർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മോഡേൺ തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺസ്ട്രക്റ്റീവ് പ്രാക്ടീസ്, ഒരു ട്രഡീഷണൽ ഫോമിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും അത്? നേരെ തിരിച്ചുള്ളൊരു പ്രോസസ്സിനെയാണ് എനിക്ക് സാറിലൂടെ കാണാൻ പറ്റിയത്, അറിയാൻ പറ്റിയത്. ഞാൻ പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ കഥ വന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തോ എത്തുമ്പോൾ കൈശിക പുരാണം എന്ന് പറയുന്നത് കൈശിക നാടകം എന്ന് പറയുന്ന ഒരു പെർഫോമിംഗ് ആർട്ട് ഫോമിൻ്റെ രീതിയിലേക്ക് എത്തിയിരുന്നു. കൃത്യമായ പ്രാക്ടീസിലൂടെ നട്ടുവനാർ ആക്ടേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് കൃത്യമായ പരിശീലനം കൊടുത്ത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൈശിക ഏകാദശി ദിവസം അവതരിപ്പിക്കുന്ന ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പെർഫോമൻസായി കൈശിക നാടകത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആ കാലത്തിന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടുള്ള കാലം കൈശിക നാടകം എന്ന് പറയുന്നത്
ഇല്ല എന്താ പറയുക, അതിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് നശിച്ച ഒരവസ്ഥയിലേക്കായി മാറി. നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട് റിച്വൽസിനെ കുറിച്ച്. റിച്വൽ പ്രാക്ടീസസ് ആർ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ഹിസ്റ്ററി ആൻഡ് ഓർ കൾച്ചറൽ ഐഡൻറ്റിറ്റി. അങ്ങനെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുമ്പോൾ അതൊരു കളക്റ്റീവ് മെമ്മറിയാണ്, അതൊരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പം ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാലം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയുടെ ഭാഗമായി കൊണ്ട് നടക്കുന്ന സംഭവത്തിനെയാണല്ലോ നമ്മൾ റിച്വൽസ് എന്നോ ട്രഡീഷൻസ് എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഒരു ട്രഡീഷൻ ഇല്ലാതാകുന്നു, ഒരു ട്രഡീഷൻ അപജയത്തിലേക്ക് പോകുന്നു എന്നതിനർത്ഥം നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറുണ്ട്, ഇഫ് എ ലാംഗ്വേജ് ഇസ് ലോസ്റ്റ് ദി കൾച്ചർ ഇസ് ലോസ്റ്റ്, ഇഫ് കൾച്ചർ ഇസ് ലോസ്റ്റ് ദറ്റ് ഹിസ്റ്ററി ഇസ് ലോസ്റ്റ്. അപ്പോൾ ചരിത്രമില്ലാതായി പോകാൻ സാധ്യതയുള്ള ഒരു ഇടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടത്തിലേക്കാണ് മോഡേൺ തിയേറ്ററിൽ വളരെ കൃത്യമായി സ്വാധീനം ചെലുത്തിയ, ഒരുപക്ഷെ നമ്മൾ പറയും മലയാള നാടകത്തിൻ്റെ ആധുനിക വക്താക്കളിൽ ഒരാളാണ് രാമാനുജൻ സാറെന്ന്. കറുത്ത ദൈവത്തെ തേടി പോലെയുള്ള വ്യത്യസ്തമായ കാഴ്ച അനുഭവങ്ങൾ മലയാള നാടക പ്രേക്ഷകർക്ക്, നാടക പ്രവർത്തകർക്ക് സമ്മാനിച്ച, അനുഭവവേദ്യമാക്കിയ ഒരു ഗുരുനാഥൻ. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ളൊരു കൾച്ചറൽ പ്രാക്ടീസിലേക്ക് തിരിച്ചു പോവുകയോ ആ കൾച്ചറൽ പ്രാക്ടീസിനെ റിവൈവ് ചെയ്യുകയോ ചെയ്യുന്നത്. എൻ്റെ തീസിസ് പക്ഷേ റിവൈവൽ പ്രോസസ്സ് എന്ന് പറയുന്നതിനെ അടുത്തറിഞ്ഞപ്പോൾ ഒന്ന് മാറ്റി, പേര് ഒന്ന് മാറ്റി വിളിക്കേണ്ടി വന്നു. ഇറ്റ് വാസ് നോട്ട് എ റിവൈവൽ പ്രോസസ്, ബട്ട് ഐ കുഡ് കോൾ ഇറ്റ് as kind of it was a reconstruction. It was a reconstruction of a ritualistic one. ചരിത്രം അങ്ങനെ എടുത്തു നോക്കുമ്പോൾ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സാറ് കുറച്ച് രേഖകളൊക്കെ എനിക്ക് തന്നു. 1967 G.R. വെൽബൻ എന്ന് പറയുന്നൊരു അമേരിക്കൻ യാത്രികൻ്റെ കുറിപ്പാണ് ഈ കൈശിക നാടകത്തിൻ്റെ ആധുനിക കാലത്ത് നമുക്ക് കിട്ടിയ ഒരു ചരിത്ര കണക്റ്റ് എന്ന് പറയുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ കണക്റ്റ് എന്ന് പറയുന്നത്. 1967 അദ്ദേഹം ആ പെർഫോമൻസ് തിരുക്കുറുകുടിയിൽ കണ്ടപ്പോൾ അദ്ദേഹം എഴുതി, "I have seen a genuine and truthful traditional ritualistic form in the temple, but it has lost its structure. It was unstructured and it lost a lot of content in it, and the performance were not that entertaining." എവിടെയെല്ലാമോ ആളുകളെ പിടിച്ചിരുത്താൻ സാധിക്കാത്ത ഒന്നായി മാറി ആ അവതരണം എന്നാണ്. നമുക്കറിയാം, if there is a performance without a structure, if there is a performance without a design, that performance will be weak. And ആ പെർഫോമൻസിനെ കുറിച്ചാണ് വെൽബൻ പറയുന്നത്. I have witnessed a performance which was weak, but it was pure and it was genuine. It was surviving the beliefs of the people. അപ്പോൾ ആ പർപ്പസാണ് ബിലീഫ്, ആളുകളുടെ ബിലീഫിനെ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഒരു റിച്വൽ ഫോമിൻ്റെ, ഒരു ട്രഡീഷണൽ ഫോമിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തെ നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. 1967 വെൽബൻ കണ്ട നാടകം രാമാനുജൻ സാറിൻ്റെ കഥ. പിന്നീട് എപ്പോഴോ രാമാനുജൻ സാറിൻ്റെ ജന്മദേശവും കൂടിയാണ് നാങ്കുനേരി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ്. ഏതാണ്ട് ഒരു 92-93 വയസ്സുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അമ്മൂമ്മ, ഒരു ആൻറ്റി അമ്മൂമ്മ ഈ അമ്പലത്തിൽ നടന്ന കഥ, രാക്ഷസൻ്റെ കഥ, നമ്പാടുവാൻ്റെ കഥ അദ്ദേഹത്തോട് പറഞ്ഞു തന്നു. അപ്പം ഒരു തിയേറ്റർ പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ, ഒരു ഗവേഷകൻ എന്ന രീതിയിൽ, പെർഫോമൻസ് ഗവേഷകൻ എന്ന രീതിയിൽ അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും 1993 ഈ പെർഫോമൻസ് കാണാനിടവരികയും ചെയ്തു. വെൽബൻ പറഞ്ഞ പെർഫോമൻസിൻ്റെ മറ്റൊരു വേർഷൻ, കുറച്ചുകൂടി വീക്കറായിട്ടുള്ളൊരു വേർഷനാണ് സാറിന് കാണാൻ സാധിച്ചത്. അദ്ദേഹം അത് കണ്ടു കഴിഞ്ഞ് ഒരു ആശയം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായത്, ഇതെന്ത് ചെയ്യാൻ പറ്റും. ഒന്ന്, സ്വന്തം നാടാണ്, സ്വന്തം ജനസമൂഹമാണ്, അപ്പോൾ ആ നാട്ടിലേക്ക് തിരിച്ചെന്ത് കൊടുക്കാൻ പറ്റും ഒരു തിയേറ്റർ പ്രാക്ടീഷണർ എന്ന രീതിയിലാണ്. ഇവിടെയാണ് രാമാനുജം സാർ എന്ന് പറയുന്ന തിയേറ്റർ പ്രാക്ടീഷണർ, വാട്ട് ഹി ഗിവ്സ് ബാക്ക് ടു ഹിസ് സൊസൈറ്റി, വാട്ട് ഹി ഗിവ്സ് ബാക്ക് ടു ഹിസ് സ്പേസ് എന്ന് പറയുന്നൊരു ചിന്ത എനിക്ക് റീകണക്ട് ചെയ്യാൻ പറ്റുന്നത്. അനിതാരത്നവും കൂത്തുപട്ടരെ മുത്തുസ്വാമി സാറും ഈ രണ്ടുപേരെ രാമാനുജൻ സാർ കാണുന്നു. ഈ പ്രൊജക്റ്റ് റിവൈവ് ചെയ്യാം എന്ന ഒരു ചിന്തയിലേക്ക് ഇവരെത്തുന്നു.
അനിതാരത്നത്തിൻ്റെ കൂടി നാടായതുകൊണ്ട് അവരും കൂടി ആ അമ്പലത്തിൽ വരുന്നു, ഈ പെർഫോമൻസ് അവർ കാണുന്നു. 1996 ഇതൊരു പ്രൊജക്റ്റായി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രൊജക്റ്റായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ there was a problem, and this is a performing art where we can see a very weak structure of the performance. സാറിൻ്റെ തന്നെ വാക്കുകൾ ഞാൻ ഇവിടെ ഒന്ന് ഉദ്ധരിക്കാം. Here we have a temple drama centered on music with a loss of music in it. Here is a survival of temple drama enacted by Devadasis with no survival of any step or movement or gestures. Here is a survival of a temple drama with thrilling ritualistic entry of a demon followed by only with the swing his club at regular intervals. Here is a survival of a temple drama socially and humanly so much relevant at all the time, but unnoticed because the lack of theatrical expressions. Here is a survival of a temple drama consists of a fair number of audience. ഈ അവസ്ഥയിലേക്കാണ് സാറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ സാറിൻ്റെ പ്രവേശം ഈ പ്രൊജക്റ്റിലേക്ക് നടത്തുന്നത് എന്നുള്ളതാണ്. പറഞ്ഞതുപോലെ മ്യൂസിക് റിച്ചായിരിക്കുന്ന ഫോമിന് സംഗീതമില്ല, അഭിനയം റിച്ചായിരിക്കുന്ന ഫോമിന് അഭിനയമില്ല. അദ്ദേഹം ചെയ്തത് ഭാഗവതമേള പോലെയുള്ള, ഭരതനാട്യം പോലെയുള്ള ഇന്ന് പ്രചാരത്തിലുള്ള ഡാൻസ് ആൻഡ് കൊറിയോഗ്രാഫിക് അഭിനയ സമ്പ്രദായങ്ങളെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ഇവയുടെ ചരിത്രത്തിലേക്ക് ഇവ എങ്ങനെയാണ് ഇങ്ങനെ ഇവോൾവ് ചെയ്തിട്ടുണ്ടാവുക, ഒരുപക്ഷെ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ഒരു പാസ്റ്റിനെ റീക്രിയേറ്റ് ചെയ്യുക, എന്തായിരുന്നു ഈ ഫോംസിൽ ഉണ്ടായിരുന്നത് എന്ന് തിരിച്ച് പോയി കണ്ടെത്തുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിലൂടെയാണ് രാമാനുജം സർ കടന്നുപോയത്. കൈശികം എന്ന് പറയുന്ന ഒരു രാഗം ഏതാണ്ട് 25ഓളം രാഗങ്ങളെ പുതുതായി നിർമ്മിക്കുകയോ ഇല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ പഴയ ഫ്ലേവേഴ്സിനെ ഷെയ്ഡ്സിനെ പുതുതാക്കി ഉണ്ടാക്കുകയോ ചെയ്തു ഈ പദ്ധതിയിലേക്ക് എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുപാട് റൈറ്റേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സിൻ്റെ സഹായം, ഒരുപാട് പേരുടെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു, ഡ്രമറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു, മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ദിസ് ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് ഇൻറ്റു കൾച്ചറൽ പ്രോഗ്രാം വിച്ച് ക്ലബ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ്. നമുക്കൊരു പക്ഷേ പറയാവുന്നത് ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ ബേസിക്കലി എടുത്തു നോക്കുമ്പോൾ സാറ് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മേഖലകളെ അദ്ദേഹം എഡിറ്റ് ചെയ്ത് കളയുകയുണ്ടായി. പക്ഷേ അരയ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റി ഈ തിരുക്കുറുങ്കുടിയുടെ ഒരു പ്രത്യേകതയാണ്. ആ കമ്മ്യൂണിറ്റിക്കാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുടെ ലോക്കൽ സ്റ്റോറീസിനെ കൂടി ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർ കൾച്ചറൽ സ്പേസിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് രാമാനുജം സാർ ചെയ്തിട്ടുള്ളത്. ബേസിക്കലി അത് കൾച്ചറൽ റൂട്ടഡ് ആയിട്ടുള്ള അനുഭവങ്ങളെ, കഥകളെ, ലോക്കൽ ട്രഡീഷൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പെർഫോമൻസിൻ്റെ ഇല്ലെങ്കിൽ റീക്രിയേഷൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത്. ഒരു റിച്വലായിട്ടുണ്ടാക്കുന്നതിന് പകരം ഒരു ലിവിങ് പെർഫോമൻസായി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെയാണ് രാമാനുജം സാർ ചെയ്ത തിയറിറ്റിക്കൽ സ്പേസിനെ എനിക്ക് ഒന്ന് പരിചയപ്പെടുത്താറുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഷെക്നറിനെ കുറിച്ചും ഗ്രോട്ടോസ്കിയെ കുറിച്ചും പീറ്റർ ബ്രൂക്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇവരെല്ലാവരും എന്താണ് ചെയ്തിട്ടുള്ളത് റിച്വൽസുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ റിച്വൽ ഫോംസിനെ പുതിയ തിയേറ്ററിൻ്റെ അവതരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പദ്ധതികളാണ് ഈ പറയുന്ന ആളുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയും തിയേറ്ററിനെ കുറിച്ചും റിച്വലിനെ കുറിച്ചൊക്കെ ഷെക്നർ പറയുന്നത് ട്വൈസ് ബിഹേവിയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്വൈസ് ബിഹേവിയർ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഫോംസിനെ ക്രിയേറ്റ് ചെയ്യാൻ തിരിച്ചാണ് അതാണ് രാമാനുജം സാർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഹി ഹാസ് ടേക്കൺ ദി ഡൈനാമിക്സ് ഓഫ് ദി modern theatre to recreate
a traditional ritualistic form where Schechner, Grotowski, Peter Brook, Othard, and all these theatricians have taken the dynamics of rituals into the modern theatre. ഈ പറയുന്ന ഒരു 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 പ്രക്രിയ, ഒരു റിവേഴ്സ് പ്രോസസ്സാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇതിനെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് രാമാനുജം സർ ചെയ്ത പ്രക്രിയയുടെ റിവേഴ്സ് പ്രോസസ്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ലോകത്ത് ഇത്തരത്തിലുള്ള മറ്റ് ഉദാഹരണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് 1986 നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് കെനിയയിലെ ഒരു തിയേറ്റർ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കുമിരിദു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എൻഗുഗി വാ തിയങ്കോ എന്ന് പറയുന്ന വോൾസോയിങ്ക എന്ന് പറയുന്ന ഈ പറയുന്ന പുതിയ തിയേറ്ററിൻ്റെ വക്താക്കളായ ആളുകൾ അവിടുത്തെ ഏറ്റവും ലോക്കലായിട്ടുള്ള മ്യൂസിക്കിനെയും അവിടുത്തെ ഗായിക്കു ഭാഷയെയും പുരാണങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അവിടുത്തെ പെർഫോമൻസുകൾക്ക് ഒരു റീഷേപ്പ് നൽകി, അല്ലെങ്കിൽ ഒരു പുതിയ ഷേപ്പ് നൽകി പുതിയ രീതികൾ കൊണ്ടുവന്നു എന്ന് പറയാറുണ്ട്. നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. ഇത് നമ്മൾ പൊതുവെ പറയും ഒരു അപകോളനിവൽക്കരണം എന്നൊക്കെ പറയാം, ഡീകോളനൈസേഷൻ എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്സുമായി ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തദ്ദേശീയമായ സാംസ്കാരികമായ വേരുകളെ തേടി പോവുകയും ആ വേരുകളെ ആ റൂട്ടിൻ്റെ കൾച്ചറൽ റൂട്ടിനെ ഏറ്റവും നന്നായി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ആഫ്രിക്ക അല്ലെങ്കിൽ കെനിയ ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. അവിടെ ഒരു ആഫ്രിക്കൻ ഐഡൻറ്റിറ്റി, ഒരു ലോക്കൽ ഐഡൻറ്റിറ്റിയെ മുന്നോട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത കൂടി എൻഗുഗി വാ തിയഗോയും വോൾസോയിങ്കയും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു അവരുടെ ഈ പ്രയത്നങ്ങളിലൂടെ എന്നുള്ളതാണ്. നമുക്ക് ഇതേ സംഭവത്തെ രാമാനുജൻ സാറിൻ്റെ പ്രോസസ്സിലേക്ക് വെക്കുകയാണെങ്കിൽ തദ്ദേശീയമായ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ സാംസ്കാരിക പൈതൃകത്തെ പുതിയ കാലത്തിന് വേണ്ടി ഒരു ഇൻ്റർ കൾച്ചറൽ സ്പേസിൽ നിന്നുകൊണ്ട്, ഇത് ഇൻ്റർ കൾച്ചറൽ സ്പേസാണ്, ആ ഇൻ്റർ കൾച്ചറൽ സ്പേസിൽ നിന്നുകൊണ്ട് പുതിയ ലോകത്തിന് വേണ്ടി പുതിയ തലമുറയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോൾ തങ്ങളുടെ തന്നെ സ്വത്വത്തെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കാനും തങ്ങളുടെ തന്നെ സ്വത്വത്തിനോട് ചേർന്ന് നിന്ന് തങ്ങളുടെ സ്വത്വത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ശക്തി ആർജിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ തിയേറ്ററിലൂടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വിച്ച് ഈസ് വെരി ഓത്തൻറ്റിക് ആൻഡ് പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു സസ്റ്റൈനബിലിറ്റി ഇതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു സോഷ്യൽ ട്രാൻസ്ഫർമേഷന് തിയേറ്ററിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് രാമാനുജം സാർ ഈ പ്രോസസ്സിലൂടെ ചെയ്തതെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. മാത്രമല്ല ഒരു ഇൻ്റർ കൾച്ചറൽ പ്രോസസ്സ്, ഇൻ്റർ കൾച്ചറൽ പ്രാക്ടീസ് നമ്മുടെ ആധുനിക കാലത്ത് എങ്ങനെയാണ് ലോക്കൽ സ്പേസിൽ സംഭവിക്കുക. നമ്മൾ എൻ്റെ പിന്നീടുള്ള റിസർച്ചും ഈ എന്താണ് ഈ ഇൻ്റർ കൾച്ചറലിസം എന്ന് പറയുന്നതായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് പിന്നീട് വന്നത് ബോഡി ആസ് എൻ ഇൻ്റർ കൾച്ചറൽ സ്പേസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. അവർ ബോഡി ഇറ്റ് സെൽഫ് ഈസ് എ സ്പേസ് where different kinds of culture can be get together or come together and work for the given time എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യത നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും സാമൂഹ്യ സാഹചര്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. ഈ തരത്തിലുള്ളൊരു പ്രോസസ്സ് സാറ് ക്രിയേറ്റ് ചെയ്ത് 1999 ആദ്യത്തെ പ്രദർശനം നടത്തുകയും അതിനുശേഷമുള്ള എല്ലാ വർഷവും സാറിൻ്റെ മരണം വരെയുള്ള സമയത്ത് തിരുക്കുറുമുടിയിൽ കൈശിക ഏകാദശിക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പെർഫോമൻസ് നടക്കാറുള്ളത്. ഈ ഒരു വലിയ ആളുകളുടെ ഗ്രൂപ്പ് ഈ പെർഫോമൻസുകൾ നടത്തുന്നതോടൊപ്പം ആ നാട്ടിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുകയും കൈശിക നാടകത്തിൻ്റെ ഒരു ബേബി വേർഷൻ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളത് അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് 2004 2005 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ തിയേറ്റർ കുട്ടികളുടെ നാടക ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഡൽഹിയിൽ. അപ്പോൾ ട്രഡീഷൻസ് എന്ന് പറയുന്ന അമ്പലത്തിൽ മാത്രം അവതരിപ്പിക്കാനുള്ളതാണെങ്കിൽ പോലും ഒരു മോഡേൺ തിയേറ്റർ ആസ്പെക്റ്റിൽ ഇറ്റ്സ് എ ലിവിങ് പെർഫോമൻസ് ഫോർ ദി കണ്ടംപററി ഓഡിയൻസ്, ഫോർ ദി കണ്ടംപററി പീപ്പിൾ, വിത്ത് എ കണ്ടംപററി പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ വായിക്കാവുന്ന തരത്തിലേക്ക് അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആചാര പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി ഇതിനെ ഒരു പെർഫോമൻസ് ആക്കി മാറ്റി പാരലലി കാണാൻ കൂടി സർ ശ്രമിച്ചിരുന്നു എന്നുള്ളത്.
കൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ സാറിൻ്റെ മരണശേഷം ആ ഒരു പ്രോസസ്സ് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആയിരിക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ എൽഡേഴ്സിൻ്റെ പെർഫോമൻസ് ഗിരിജ ചേച്ചിയും പളനിയും മധുസൂദനും തുടങ്ങിയുള്ള ആളുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഒരു കണ്ടിന്യൂറ്റി ആയി പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞു വന്നത്, ബിയോണ്ട് കൾച്ചറൽ പ്രിസർവേഷൻ ഹിസ് പ്രാക്ടീസ് സെർവ്സ് ആസ് എ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് അകലെ നിന്ന് അല്ലെങ്കിൽ അടുത്ത് നിന്ന് അറിയില്ല, ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള ഒരു തിയേറ്ററീഷ്യൻ്റെ പ്രവർത്തനം അതൊരു കൾച്ചറൽ പ്രിസർവേഷന് മാത്രമുള്ളതല്ല. അതൊരു ഫോമിനെ ഉണ്ടാക്കുകയും ആ ഫോം അടുത്ത കാലത്തിലെ തലമുറയ്ക്ക് വേണ്ടി പുതിയ ഊർജ്ജത്തെ കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പദ്ധതിക്ക് ഗുണകരമായി സംഭവിപ്പിക്കാം എന്ന് കാണിച്ചു തന്നതാണ് രാമാനുജൻ സാറിൻ്റെ ആ പ്രാക്ടീസ് എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്രയാണ്. പലപ്പോഴും രാമാനുജൻ സാർ കേരള തിയേറ്ററിൻ്റെയും തമിഴ്നാട് തിയേറ്ററിൻ്റെയും തെലുങ്ക് തിയേറ്ററിൻ്റെയും ഇന്ത്യൻ തിയേറ്ററിൻ്റെയും ഒക്കെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് നെയിംസിൽ വരാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. എൻ്റെ പോയിൻ്റ് ഇതാണ്, അതിനപ്പുറവുമാണ് രാമാനുജൻ സാർ. ഒരു വേൾഡ് തിയേറ്റർ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഈ തിരിച്ചുള്ള പ്രോസസ്സ്, അത് അധികം സംഭവിക്കാത്ത കാര്യമാണ്. രാമാനുജൻ സാർ ജീവിതത്തിൻ്റെ ഏത് മൊമെൻറ്റിലും എല്ലാ മൊമെൻറ്റിലും നാടകം ശ്വസിച്ച്, നാടകം സംസാരിച്ച്, നാടകം കഴിച്ച്, നാടകം കൊടുത്ത് ജീവിച്ച വ്യക്തിയാണ് എങ്കിൽ ആ ശക്തി, ആ ഊർജം അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത് പുതിയ ചിന്തകളെയാണ്. ഒരു ഗ്ലോബൽ തിയേറ്റർ പ്രാക്ടീസിൽ സാർ ചെയ്ത വർക്കുകൾ അക്കാഡമിക്കലി സംസാരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു വിശ്വാസം കൂടി എനിക്കുണ്ട്. ഏതായാലും സാറിൻ്റെ ഈ ഓർമ്മ ദിവസം സാറിനെ അനുസ്മരിക്കാനും സാറിൻ്റെ കൂടെയുള്ള വളരെ കുറച്ച് സമയം അക്കാഡമിക്കലി ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അത് ആ ശക്തിയുടെ മുകളിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പലരെയും പോലെ ഇന്ന് സാറിനെ ഓർക്കുന്ന എല്ലാവരോടും ചേർന്ന് ഈ സ്നേഹ ഓർമ്മകൾ പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നാടകയാത്ര തുടർന്ന് പോട്ടെ. രാമാനുജൻ സാറിൻ്റെ ഊർജ്ജം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോട്ടെ.